സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മേൽ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും ഒക്കെ ആയിട്ട് എന്നെ അയച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഈ ഗ്രന്ഥം അവിടെ വെച്ചതിന് ശേഷം പറയുകയാണ്, നിങ്ങൾക്ക് കേൾക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതിൽ വലിയൊരു ആശയം കിടപ്പുണ്ട്. എന്താണ് ആശയം? അവരെ എതിർത്തു എന്നാണ് പറയുന്നത്. കാരണം ഈ വചനം ദൈവം നമുക്ക് കൊണ്ട് തന്നതാണ്. ഈശോയാകുന്ന വചനത്തെ നാം സ്വീകരിച്ചെടുക്കുമ്പോൾ ആണ് നമ്മൾ മിനിസ്ട്രി ഉണ്ടാവുക. ഈശോയെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവർക്കൊരു മിനിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഈശോയെ സ്വീകരിക്കാത്തവർ അവർക്ക് മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ചിലരിലേക്ക് മാത്രമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് മിനിസ്ട്രി ആകാത്തതിൻ്റെ കാര്യം ഇത് ഞാൻ എന്നിലേക്ക് ചേർക്കുന്നില്ല. കേൾവിയിലൂടെ ഞാൻ എന്നിലേക്ക് സ്വീകരിച്ചെടുക്കുന്നില്ല. ഞാൻ എന്നിലേക്ക് സ്വീകരിച്ചെടുത്താൽ എന്ത് സംഭവിക്കും? അത് നമ്മിലൂടെയും സംഭവിക്കും എന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. അതായത് ഈശോ ആണ് രക്ഷകൻ എങ്കിലും ഇത് കേൾക്കുമ്പോൾ, കേൾക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹിക്കുമ്പോൾ അമ്മയെപ്പോലെ ശിഷ്യന്മാരെ പോലെ നമ്മൾ ഇത് സ്വീകരിച്ചെടുക്കുമ്പോൾ നമ്മിലൂടെ ആ മിനിസ്ട്രി വീണ്ടും തുടരും. ആ ഒരു മിനിസ്ട്രി തുടരുവാനാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.